ഒരു രാഷ്ട്രത്തിൻ്റെ അധപ്പതനം ആരംഭിക്കുന്നത് അവിടുത്തെ ആത്മീയ വിശ്വാസത്യാഗത്തോടെയാകുന്നു. അത് ധാർമ്മിക അധപ്പതനത്തിലേക്കും ഒടുവിൽ രാഷ്ട്രീയ നിയമരാഹിത്യത്തിൻ്റെ ശോചനീയാവസ്ഥയിലേക്കും കൊണ്ടെത്തിക്കുന്നു. അങ്ങനെ ആ രാജ്യത്തെ സമൂഹങ്ങളും കുടുംബങ്ങളും വ്യക്തികളും ദുരിതത്തിലായിത്തീരുന്നതാണ് ചരിത്രം. ജീവസന്ദേശത്തിൻ്റെ എല്ലാ കേൾവിക്കാർക്കും ഞങ്ങളുടെ വന്ദനം. ദൈവത്തെ മറന്നും ദൈവത്തോട് മറുതലിച്ചും ഒരു രാജ്യത്തിനും അധികകാലം മുൻപോട്ട് പോകുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ദൈവത്തിൻ്റെ ജനം തന്നെ ദൈവത്തെ മറക്കുമ്പോൾ അത് ഭയങ്കരമായ ദൈവ ന്യായവിധിയിലേക്ക് നയിക്കും എന്നതിന് സംശയമില്ല. തങ്ങളുടെ ദൈവത്തെ മറന്ന ഇസ്രയേൽ ജനതയോടാണ് യെശയ്യാ പ്രവാചകൻ സംസാരിക്കുന്നത്. ഈ പുസ്തകം മുഴുവനായി വായിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 4 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. തികച്ചും ഗൗരവമായ ഒരു ആഹ്വാനത്തോടെയാണ് യെശയ്യാ പ്രവചനം ആരംഭിക്കുന്നത്. ഇസ്രായേൽ രാഷ്ട്രത്തിനെതിരായി ദൈവത്തിനുള്ള ആരോപണം കേൾക്കുവാൻ പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ കോടതി മുറിയിലേക്ക് വിളിക്കുന്ന ദൈവത്തിൻ്റെ വിളിയാണ് യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിൽ നാം കാണുന്നത്. 3-ാം വാക്യം വരെ നാം ചിന്തിച്ചിരുന്നല്ലോ. 4-ാം വാക്യത്തിൽ തുടർന്ന് ദൈവം പറയുന്നത്, അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ദൈവം ന്യായാധിപനാകുന്നു എന്ന് ചിന്തിക്കുന്നത് ഈ കാലത്ത് ആശ്ചര്യമായി തോന്നിയേക്കാം. കാരണം ലോകത്തിൻ്റെ ചിന്തയിൽ ദൈവത്തെ ന്യായാസനത്തിൽ നിന്നും പണ്ടേ മാറ്റിയിരിക്കുകയാണല്ലോ. അവൻ്റെ അധികാരങ്ങൾ എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ ധാർമ്മിക ഭരണകർത്താവ് എന്ന ആ വിശിഷ്ടാധികാരത്തെ തന്നെ ദൈവത്തിൽ നിന്നും മനുഷ്യൻ എടുത്തു മാറ്റിയിരിക്കുന്നു. പക്ഷേ ഇതൊക്കെ മനുഷ്യൻ്റെ തെറ്റിദ്ധാരണകൾ മാത്രമാണ് എന്ന് മറക്കരുത്. അങ്ങനെ ദൈവത്തെ മാറ്റി നിർത്തുവാൻ മനുഷ്യന് കഴിയില്ല. ദൈവത്തെ പരിമിതിപ്പെടുത്താനുള്ള മനുഷ്യൻ്റെ ശ്രമങ്ങളൊക്കെ വലിയ നാശത്തിലാണ് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത്. ആധുനിക ദൈവശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തെക്കുറിച്ച് വളരെ വികലമായ ഒരു ധാരണ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞാൽ അതൊട്ടും അധിക്ഷേപമാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പല്ലുകൊഴിഞ്ഞ ഒരു വല്യപ്പൂപ്പൻ നീണ്ട് നരച്ച താടിമീശയുമായി തൻ്റെ തോളിന് ചുറ്റിലും ഒരു പ്രകാശവലയുമായി ഒഴുകി മാറുന്ന ഒരു മേഘത്തിൻ്റെ അഗ്രത്തിലിരിക്കുന്ന ചിത്രമാണ് ഇന്നത്തെ ദൈവത്തെക്കുറിച്ചുള്ള പഠിപ്പീര്. ദൈവത്തെക്കുറിച്ച് നമുക്ക് തരുന്നത് അങ്ങനെ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അവൻ പാവം, വാർദ്ധക്യ സഹജമായ ക്ഷീണം ബാധിച്ച് തളർന്നവനും ഒന്നും ചെയ്യാൻ കഴിയാത്തവനും കണ്ണ് കാണാത്തവനുമാണ് ഈ ദൈവം എന്ന ധാരണ. എല്ലാ വശത്തു നിന്നും ഒഴുകുന്ന ഒരു പ്രത്യേകതരം സ്നേഹത്തിൽ അവൻ നിറഞ്ഞിരിക്കുന്നു. തേനും കണ്ണുനീരും കലർന്ന ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്നേഹം. നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി ഈ ദൈവത്തെക്കുറിച്ച് നാം കേൾക്കുന്നു, വായിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ തീർച്ചയായും വളരെ പ്രായം ചെന്ന് സാധാരണ നാം കാണുന്നത് പോലെ ബലഹീനനായ ഒരു വൃദ്ധൻ ആയിരിക്കുമല്ലോ. എന്നാൽ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം അങ്ങനെയുള്ളവനല്ല. തൻ്റെ സ്വന്തം ജനത്തെ ന്യായം വിധിച്ചതുപോലെ ദൈവം ഈ ലോകത്തെ മുഴുവൻ ന്യായം വിധിക്കുവാൻ പോവുകയാണ്. ഇത് രാഷ്ട്രങ്ങൾക്ക് മാത്രമുള്ള മുന്നറിയിപ്പല്ല, ഓരോ വ്യക്തിക്കുമുള്ള മുന്നറിയിപ്പാണ്. ദൈവം ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുന്നത് അകൃത്യഭാരം ചുമക്കുന്ന ജനം എന്നത്രേ. പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു നൽകിയ വ്യക്തിപരമായ ക്ഷണത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു പ്രയോഗമാണത്. ഇസ്രായേൽ ജനം അകൃത്യത്തിൻ്റെ ഭാരം ചുമക്കുകയായിരുന്നു. ഇന്ന് അകൃത്യഭാരം ചുമക്കുന്ന എല്ലാവരിലേക്കും ക്രിസ്തുവിൻ്റെ ക്ഷണം കടന്നു ചെല്ലുന്നു. പാപഭാരം ചുമക്കുന്ന ഏവർക്കും അവൻ്റെ അടുക്കലേക്ക് ചെന്ന് തങ്ങളുടെ പാപഭാരം അവൻ്റെ മേലിട്ട് ആശ്വസിക്കുവാൻ
വിശ്രമിക്കുവാൻ സാധിക്കും. അതെ, വീണ്ടെടുപ്പിൻ്റെ വിശ്രമം. യെശയ്യാപ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഇസ്രായേലിൻ്റെ അവസ്ഥയെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടെ ശ്രദ്ധിച്ചാട്ടെ. അവർ പിന്മാറ്റത്തിൽ പോയിരിക്കുന്നു, അവർ ദൈവത്തിൽ നിന്നും അകന്നു പോയിരിക്കുന്നു, അവർ ഇപ്പോൾ അകൃത്യത്തിൻ്റെ ഭാരം ചുമക്കുകയാണ്, അവർക്കെതിരെ ദൈവം ഉന്നയിക്കുന്ന ആരോപണത്തെ കൂടുതൽ വിശദീകരിക്കുവാൻ പോവുകയാണ്. മാനുഷിക ഭരണകൂടങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്നതിൻ്റെ സിദ്ധാന്തമാകുന്നു ഇത്. എൻ്റെ മനസ്സിൽ കൊണ്ടുവരുന്നത് അതുതന്നെയാണ്. ഈ സിദ്ധാന്തം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് പ്രത്യേകമായി കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ സിദ്ധാന്തം ഓരോ രാഷ്ട്രത്തിലും യാഥാർത്ഥ്യമാകുന്നത് ചരിത്രത്തിൽ നാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതായ ഒരു വസ്തുതയാണ്. അതായത് യഹൂദജനം ദൈവത്തെ സേവിക്കുമ്പോൾ ദൈവം അവരെ അനുഗ്രഹിക്കുന്നു. അതാണ് 1-ാമത്തെ പടി. അങ്ങനെ അവർ അഭിവൃദ്ധി പ്രാപിക്കുന്നു. എല്ലാ വിധത്തിലുമുള്ള സമൃദ്ധിയിൽ വളരുമ്പോൾ അവർ ദൈവത്തിൽ നിന്നും അകലുന്നു. ഒടുവിൽ അവർ അന്യദേവാരാധനയിലേക്ക് പോകുന്നു. ജീവനുള്ള ദൈവത്തെ വിട്ടിട്ട് അവർക്ക് തോന്നിയതിനെയൊക്കെ ദൈവമെന്ന് പറഞ്ഞ് ആരാധിക്കുന്നു. അങ്ങനെ അവർ ദൈവത്തോട് മറുതലിക്കുന്നതായ ഒരു അവസ്ഥയുണ്ടാകും. പിന്നെ അവർ ദൈവത്തെ മറന്നുകളയുന്നു. അപ്പോൾ ദൈവം അവരെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ശത്രുക്കൾ അവരെ ഭയാനകമായി പീഡിപ്പിക്കുമ്പോൾ ഏറെ താമസിക്കാതെ അവർ വിടുതലിനായി ദൈവത്തോട് കേണപേക്ഷിക്കുന്നു. അവർ ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോൾ ദൈവം അവരോട് ക്ഷമിച്ച് അവരെ സ്വതന്ത്രരാക്കി പിന്നെയും അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും സ്ഥലത്തേക്ക് അവരെ മടക്കി വരുത്തുന്നു. ഈ ചിത്രം തിരുവചനത്തിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സിദ്ധാന്തമാണ്. ഏത് രാഷ്ട്രത്തിൻ്റെയും അധപ്പതനത്തിനും 3 പടികളുണ്ടെന്നുള്ളത് ചരിത്രം തെളിയിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. 1-ാമത്തെ പടി മതപരമായ വിശ്വാസത്യാഗം, അതായത് വിശ്വാസത്തെ തള്ളിക്കളയുക. 2 ധാർമ്മിക അധപ്പതനം. 3 രാഷ്ട്രീയ നിയമരാഹിത്യം അഥവാ അരാജകത്വം. അനേകരും ഈ ഒടുവിലത്തെ രാഷ്ട്രീയ നിയമരാഹിത്യത്തിൽ എത്തുന്നത് വരെ ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധയും കൊടുക്കില്ല. എന്നിട്ട് ഇങ്ങനൊരവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ ഭരണകർത്താക്കളെ മാറ്റണം, പുതിയൊരു സംവിധാനം വേണം ഒക്കെ നിലവിളിക്കുവാൻ തുടങ്ങും. പല തത്വസംഹിതകളും അല്ലെങ്കിൽ മാറ്റങ്ങളും സംഭവിച്ചത് ഇങ്ങനെയൊരു പശ്ചാത്തലത്തിലാകുന്നു. എന്നാൽ പ്രശ്നം ഭരണരംഗത്തല്ല എന്ന് നാം ഓർക്കണം. ഇവിടെ യെരുശലേമിലെ പ്രശ്നം രാജകൊട്ടാരത്തിലല്ലായിരുന്നു, അത് ദൈവാലയത്തിനുള്ളിലായിരുന്നു. ആത്മീയമായ വിശ്വാസത്യാഗം സംഭവിക്കുമ്പോഴാണ് ഒരു രാജ്യത്ത് പ്രശ്നം ആരംഭിക്കുന്നത്. ഓരോ കുടുംബത്തിലും ഓരോ സമൂഹത്തിലും ഇതാണ് വാസ്തവം. വ്യക്തി ജീവിതങ്ങളിലും അങ്ങനെ തന്നെയാണ്. അതായത് ആത്മീയമായി അധപ്പതിക്കുമ്പോൾ എല്ലാ രംഗത്തും ആ പ്രശ്നം കാണുവാൻ കഴിയുന്നു. പ്രശ്നങ്ങളിൽ നിന്ന് തലയൂരാൻ മറ്റെങ്ങും ഓടേണ്ടതില്ല, മറ്റാരെയും പഴിചാരിയും നാം മുൻപോട്ട് പോകേണ്ടതില്ല. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ മതി. ദൈവത്തിലുള്ള ആശ്രയം അത് ഒരു വ്യക്തിയെ സ്വതന്ത്രരാക്കും. ഈ 1-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത്, നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. നിങ്ങളുടെ ദേശം ശൂന്യമായി, നിങ്ങളുടെ പട്ടണങ്ങൾ തീക്കിരയായി. നിങ്ങൾ കാണുക അന്യജാതിക്കാർ നിങ്ങളുടെ നാട് തിന്നുകളയുന്നു. അത് അന്യജാതിക്കാർ ഉന്മൂലനാശം ചെയ്തതുപോലെ ശൂന്യമായിരിക്കുന്നു. ഈ വാക്യങ്ങളിൽ ദൈവം പറയുന്നത് തികച്ചും ശരിയാണല്ലേ? ധാർമ്മിക അധപ്പതനവും രാഷ്ട്രീയ നിയമരാഹിത്യവുമുണ്ട്. പക്ഷെ ദൈവം പ്രവർത്തിക്കുവാൻ ഒരുങ്ങുന്നില്ല. ദൈവം അവർക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണം ഇതൊന്നുമല്ല. 8ഉം 9ഉം വാക്യങ്ങളിൽ നാം കാണുന്നു, സിയോൻ പുത്രി മുന്തിരിത്തോട്ടത്തിലെ കുടിൽ പോലെയും വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെയും നിരോധിച്ച പട്ടണം പോലെയും ശേഷിച്ചിരിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവ നമുക്ക് അത്യല്പമായൊരു ശേഷിപ്പ് വെച്ചിരുന്നില്ലെങ്കിൽ നാം സോദോം പോലെ ആകുമായിരുന്നു, ഗൊമോറയ്ക്ക് സദൃശമാകുമായിരുന്നു.
വേറെ വിധത്തിൽ പറഞ്ഞാൽ വിശ്വസ്തരായ ഒരു ശേഷിപ്പില്ലായിരുന്നെങ്കിൽ ഇസ്രായേലിനെ ദൈവം സോതോമിനെ പോലെയും ഗോമോരയെ പോലെയും ഉന്മൂലനാശം ചെയ്തേനും, കത്തിച്ച് കളഞ്ഞേനേയും. എന്നാൽ എല്ലായ്പ്പോഴും ദൈവജനത്തിൻ്റെ ഒരു ശേഷിപ്പുണ്ട്, വിശ്വസ്തരായ ഒരു ചെറിയ കൂട്ടം. ഇക്കാലത്തും അങ്ങനെ ഒരു ശേഷിപ്പുണ്ട് എന്ന് നിങ്ങളുടെ പ്രോത്സാഹനത്തിനായി ഞാൻ പറയട്ടെ. അവർ ലോകമെങ്ങും ചിതറിക്കിടക്കുന്നു. 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സോദോം അധിപതികളെ യഹോവയുടെ വചനം കേൾപ്പിൻ, ഗൊമോറ ജനമേ നമ്മുടെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം ശ്രദ്ധിച്ചു കൊള്ളുവിൻ. ഇപ്പോൾ ദൈവം അത് വ്യക്തമായി വിളിച്ചു പറയുകയാണ്. പ്രശ്നം മുഴുവനും ആത്മീയ വിശ്വാസത്യാഗമത്രേ. അതെ, വിശ്വാസത്തിൽ നിന്നും വിട്ടുമാറിയ അവസ്ഥ. ഇനി 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങളുടെ ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്കെന്തിന് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗവും തടിച്ച മൃഗങ്ങളുടെ മേധസ്സും കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു. കാളകളുടെയോ കുഞ്ഞാടുകളുടെയോ കോലാട്ടുകൊറ്റന്മാരുടെയോ രക്തം എനിക്കിഷ്ടമല്ല. തൻ്റെ ജനത്തിനെതിരെയുള്ള ദൈവത്തിൻ്റെ ആരോപണം ഇവിടെ പ്രത്യേകമായി എടുത്തു പറയുന്നു. അവർ തെറ്റിപ്പോയിരിക്കുന്നു. ആ പ്രത്യേക വിഷയം അവർക്ക് തെളിയിക്കുവാൻ ദൈവം അവസരം നൽകുകയാണ്. അതിനായി അവൻ്റെ കരം അതിന്മേൽ വെച്ചിരിക്കുന്നു. അവൻ്റെ വിരൽ തൊട്ടിരിക്കുന്നത് യഹൂദയിലെ ഏറ്റവും നല്ല കാര്യത്തിലാണ്. ഏറ്റവും തെറ്റായത് എന്താണെന്ന് ദൈവം അവരെ കാണിച്ചു. ഇസ്രായേലിന് ദൈവം നൽകിയ ഒരു മതമുണ്ടായിരുന്നു, ഒരു വിശ്വാസ സംഹിതയുണ്ടായിരുന്നു. ദൈവം നിയമിച്ചാക്കിയ കർമാനുഷ്ഠാനങ്ങളും ദൈവത്താൽ നിർമ്മിക്കപ്പെട്ട ആരാധനാലയവും അവർക്കുണ്ടായിരുന്നു. എന്നാൽ നല്ലതിനെ പ്രതിനിധാനം ചെയ്യുന്നതെന്തോ അതിൽ തന്നെ അവർ തെറ്റിപ്പോയിരുന്നു. ദൈവത്തിൻ്റെ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവർ യാഗങ്ങൾ അർപ്പിക്കുകയും ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്തുവെങ്കിലും അവരുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള മത്സരം നിറഞ്ഞിരുന്നു. അവരുടെ മതം അവരുടെ പെരുമാറ്റ രീതികളുമായി പൊരുത്തപ്പെട്ടിരുന്നില്ല. അതായത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നിന്നും അവർ വളരെ വളരെ അകലെയായിരുന്നു. തുറന്നു പറഞ്ഞാൽ ദൈവവിശ്വാസികൾക്കിടയിലും ഇന്നത്തെ ഒരു പ്രശ്നം ഇത് തന്നെയാണ്. ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവർ. 12-13 വാക്യങ്ങളിൽ നാം കാണുന്നു, നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചത് ആർ? ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസിയും ശബത്തും സഭായോഗം കൂടുന്നതും നീതികേടും ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ. ഈ ജനം ചെയ്യുവാൻ ദൈവം പറഞ്ഞത് തന്നെ ഇന്ന് ദൈവത്തിന് സഹിക്കുവാൻ സാധിക്കാത്തതുപോലെയാണ് അവർ ചെയ്തു കൂട്ടുന്നത് എന്ന് ദൈവം പറയുന്നു. ഇത് രസമായിരിക്കുന്നില്ലേ? ദൈവം കൽപ്പിച്ച കാര്യങ്ങൾ തന്നെ ചെയ്തിട്ട് പോലും അത് തെറ്റായിത്തീരുന്നു. അതെ, ഇതൊക്കെ ആചരിക്കണമെന്ന് കൽപ്പിച്ചതാണെങ്കിൽ കൂടിയും ആ പ്രവൃത്തി ഹൃദയമിടാതെയും പെരുമാറ്റത്തെ ബാധിക്കാതെയുമാണ് ചെയ്യുന്നതെങ്കിൽ അത് തെറ്റാണ്. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശമായ കാലുള്ളവൻ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, വായിൽ നിന്നും മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നവൻ, അവൻ നമ്മെ പ്രശംസിക്കുമോ? നമ്മിൽ മിക്ക പേരോടും അവനൊരു പക്ഷേ പറയുവാൻ പോകുന്നത്, നിങ്ങളുടെ ഈ ബാഹ്യ രൂപങ്ങളും നിങ്ങളുടെ ആകർഷകങ്ങളായ സാക്ഷ്യങ്ങളും ഉച്ചത്തിലുള്ള ഏറ്റുപറച്ചിലും പാട്ടും കൊട്ടും ഈ കാര്യങ്ങളൊക്കെ കൂടി എന്നെ അസ്വസ്ഥനാക്കുന്നു എന്നായിരിക്കും. നമുക്ക് പാപങ്ങളുടെ ഏറ്റുപറച്ചിൽ ആവശ്യമുണ്ടെന്നും താഴ്മയോടെ തൻ്റെ അരികിലേക്ക് ചെല്ലേണ്ടതുണ്ടെന്നും അവൻ നമ്മോട് പറയാതിരിക്കുമോ? നിശ്ചയമായും ഇന്ന് നമ്മുടെ നാട്ടിലെ സഭകൾക്ക് ഒരു മുന്നറിയിപ്പായിരിക്കുന്നു ഈ പറഞ്ഞിരിക്കുന്നത്. ഭക്തി ഇന്ന് കാര്യസാധ്യത്തിനായുള്ള മാർഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രസംഗത്തിലൂടെ അന്യോന്യം കുത്തുകയും സാക്ഷ്യത്തിലൂടെ ജഡത്തെ ഉയർത്തുകയും ചെയ്യുന്ന മത്സര ബുദ്ധിയോടെയുള്ള ആരാധനകൾ എല്ലാം ഭക്തിയുടെ മറവിൽ തന്നെയാണല്ലോ. അതാണല്ലോ എളുപ്പം. സൗമ്യതയും താഴ്മയും ഉള്ളവനായി നമ്മുടെ ഇടയിൽ പാർത്ത കർത്താവിനെ ഇത് അസഹ്യപ്പെടുത്താതിരിക്കുമോ? ചിന്തിച്ചു നോക്കൂ. അടിസ്ഥാനപരമായി ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നം നാം ആത്മീയതയിൽ തെറ്റിപ്പോയി എന്നതാണ്. ആത്മീയത വളരെയധികം അവകാശപ്പെടുന്ന സഭകൾ പാപം ഏറ്റുപറഞ്ഞ് യഥാർത്ഥമായ ആത്മീയ ഉണർവിലേക്ക് വരാത്തിടത്തോളം നമ്മുടെ സമൂഹത്തിന് യാതൊരു ആശയ്ക്കും വഴിയില്ല എന്നാണ് ദൈവവചനം കാണിക്കുന്നത്. 15-ാം വാക്യം മുതൽ നാം വായിക്കുന്നത്, നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും.
നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ കഴുകി വെടിപ്പാക്കുവീൻ. നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കൺമുൻപിൽ നിന്ന് നീക്കിക്കളയുവീൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ. നന്മ ചെയ്യുവാൻ പഠിപ്പീൻ. ന്യായം അന്വേഷിപ്പീൻ. പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവീൻ. അനാഥന് ന്യായം നടത്തിക്കൊടുപ്പീൻ. വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പീൻ. ദൈവം പറയുന്നത് നിങ്ങൾ ഒരു കൂട്ടം വ്യാജന്മാരാണെന്നത്രേ, തട്ടിപ്പ് നടത്തുന്നവർ. നിങ്ങൾ ആത്മാർത്ഥതയുള്ളവരെ പോലെ എൻ്റെ മുൻപിൽ വരുന്നു. നിങ്ങൾ യാഗങ്ങളുമായി വരുന്നു, പക്ഷേ അത് നിങ്ങൾക്ക് തികച്ചും അർത്ഥശൂന്യമായിരിക്കുന്നു. ഇവിടെ ഇസ്രായേൽ ജനത്തിനിടയിൽ ദൈവം വെറുത്തത് കേവലം ആചാരത്തെ അല്ല എന്ന് നാം ഓർക്കണം. വിശ്വാസമില്ലാത്ത ഹൃദയത്തോടെ അവർ ചെയ്ത ആ പ്രവൃത്തികളെയാണ് ദൈവം വെറുത്തത്. അവരെ തന്നെ ശുദ്ധമാക്കുവാനാണ് ദൈവം ആവശ്യപ്പെടുന്നത്. ആത്മീയ വിശ്വാസത്യാഗമായിരുന്നു അവരുടെ കുറ്റം. അതവരെ ധാർമ്മിക അധപ്പതനത്തിലേക്കും രാഷ്ട്രീയ അരാജകത്വത്തിലേക്കും നയിച്ചു. അതുകൊണ്ട് ദൈവം ഇസ്രായേലിനെ തൻ്റെ കോടതി മുറിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവരുടെ മേലുള്ള കുറ്റം തെളിയിച്ചിരിക്കുകയാണ്. വിധി കാത്ത് ന്യായാധിപന് മുൻപിൽ നിൽക്കുന്ന ഒരു കുറ്റവാളിയുടെ സ്ഥാനത്താകുന്നു ഇപ്പോൾ ഇസ്രായേൽ ജനം നിൽക്കുന്നത്. ദൈവത്തിന് ഇപ്പോൾ അവരെ ന്യായം വിധിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ലാത്തതുവരെ എല്ലാം തെളിഞ്ഞിരിക്കുകയാണ്. എന്നാൽ സമയം അതിക്രമിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ പോലും കോടതിക്ക് വെളിയിൽ വെച്ച് കേസ് അവസാനിപ്പിക്കുവാൻ ദൈവം തയ്യാറാണ്. ദൈവം ഇസ്രായേലിനോട് പറയുന്നത്, എന്നോട് വാദിച്ച് ജയിക്കാമെന്ന് കരുതി നീ കോടതിക്കുള്ളിലേക്ക് വരരുത്. വന്നാൽ നീ തോറ്റുപോവുകയുള്ളൂ. ന്യായാധിപൻ ചിലതുകൂടി നിന്നോട് പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. ദൈവം യഹൂദയോട് പറയുന്നത്, നിയമപരമായി ശിക്ഷ വിധിക്കുവാൻ എന്നെ നിർബന്ധിതനാക്കരുതേ എന്നാണ്. കോടതിക്ക് വെളിയിൽ വെച്ച് തന്നെ നിങ്ങളുടെ കേസ് തീർപ്പാക്കുക എന്നാണ് ദൈവം പറയുന്നത്. വാദിക്കാൻ പോയി കഴിഞ്ഞാൽ നീ ജയിക്കുകയില്ല. ദൈവം പറയുന്നത്, പാപത്തെ എടുത്തു കളയുന്ന ഒരു രഹസ്യ പ്രമാണ സൂത്രം, ഒരു ദൈവിക രാസവാദ വിദ്യ, ഫലപ്രദമായ ഒരു കുറിപ്പടി, ശക്തിയുള്ള ഒരു കഷായം, ഒരു സ്വർഗീയ മൃതസഞ്ജീവനി തനിക്കുണ്ടെന്നത്രേ. നവീനമായ ഒരു ബോംബ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു സൂത്രവാക്യം പോലെയുള്ള ഒന്നല്ലിത്. ഇത് വളരെ ശക്തിമത്തായതാണ്. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ട്. നമുക്കായി കൂടുതൽ അടികൊണ്ട, കൂടുതൽ കഷ്ടം സഹിച്ച, വ്യത്യസ്തമായി മരിച്ച, നമ്മുടെ അകൃത്യങ്ങൾക്കായി മുറിവേറ്റ യേശുക്രിസ്തു, അവൻ നമ്മുടെ പിഴകളെ കൊടുത്തു തീർത്തതിനാൽ നമുക്കിന്ന് കരുണ നൽകുവാൻ തക്കവണ്ണം ന്യായാധിപനും മനസ്സായിരിക്കുന്നു. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി ഏത് മനുഷ്യനെയും ശുദ്ധീകരിക്കുന്നതാണ്. തൻ്റെ ജനത്തിനെതിരെയുള്ള ദൈവത്തിൻ്റെ ആരോപണവും തങ്കിലേക്ക് മടങ്ങി വരുന്നതിനുള്ള അടിസ്ഥാനവും ഇതത്രേ. അവൻ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണമെന്ന് ഇസ്രായേലിനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ വന്നാൽ ദൈവം അവരെ സംരക്ഷിക്കും. അവൻ അവർക്ക് 100 വർഷത്തോളം നൽകും. അവർ അവങ്കിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ, അവരുടെ വഴികളെ നേരെയാക്കിയില്ലെങ്കിൽ അവൻ അവരെ പ്രവാസത്തിലേക്ക് അയക്കും. നമ്മുടെ ജനസമൂഹത്തിനും ഇത് ഇന്ന് ബാധകമാണ്. രാഷ്ട്രീയ അരാജകത്വത്തിനും അധാർമികതയ്ക്കും അറുതി വരുത്തുവാൻ സന്ധികളും ഉച്ചകോടികളും സമ്മേളനങ്ങളും അല്ല, ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങിവരവാണ് മനുഷ്യന് ഇന്ന് ആവശ്യം. ലോകത്തിന് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ കഴിയില്ല സുഹൃത്തെ. ഒരു പ്രശസ്തനായ എഴുത്തുകാരൻ ഗിബോൺ തൻ്റെ പുസ്തകത്തിൽ റോമാ സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് 5 കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിശക്തമായ റോമാ സാമ്രാജ്യം. ശ്രദ്ധിച്ചു കേൾക്കണം. കാരണം ഓരോ വ്യക്തിയുടെയും, ഓരോ സമൂഹത്തിൻ്റെയും, ഓരോ കുടുംബത്തിൻ്റെയും, ഓരോ സഭയുടെയും ഒക്കെ പതനത്തിന് ഈ കാരണങ്ങൾ മുൻപിൽ കാണാവുന്നതാണ്. ഒന്നാമത്തേത്, മാനവ സമൂഹത്തിൻ്റെ അടിസ്ഥാനമായ കുടുംബത്തിൻ്റെ അന്തസ്സും പാവനതയും താഴ്ത്തിക്കളഞ്ഞു എന്നതാണ്. രണ്ടാമത്തെ കാരണം, നികുതികൾ അടിക്കടി വർദ്ധിപ്പിച്ചതും പൊതുജനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷണം വിതരണം നടത്തിയതും വിനോദ പരിപാടികൾ നടത്തിയതും ആകുന്നു. മൂന്നാമത്തെ കാരണം, സുഖിക്കുന്നതിനുള്ള ഭ്രാന്തമായ ആവേശത്തോടെ
ഓരോ വർഷവും കൂടുതൽ ആവേശജനകവും മൃഗീയവും അധാർമികവുമായ കായികാഭ്യാസങ്ങൾ നടത്തിപ്പോന്നു എന്നതാണ്. നാലാമത്തെ കാരണം, യഥാർത്ഥ ശത്രു ഉള്ളിലിരിക്കെ തന്നെ അതെ വ്യക്തിപരമായ ഉത്തരവാദിത്വ ബോധം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതിരോധത്തിനായി വലിയ വലിയ ആയുധ ശേഖരം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നതത്രേ. അഞ്ചാമത്തെ പടിയായി ഗിബോൺ പറയുന്നത് മതത്തിൻ്റെ തകർച്ചയാണ്. മതം വെറും ഒരു പുറന്തോട് മാത്രമായി, ജീവിതത്തോട് ബന്ധമില്ലാതെ ജനത്തെ നയിക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ട അത് വെറും ഒരു രൂപമായി മാറി, ഒരു തോട് മാത്രം. എത്ര അർത്ഥവത്തായ വിലയിരുത്തൽ അല്ലേ? അതെ, ഒരു രാഷ്ട്രത്തിൻ്റെ അധപ്പതനം ആരംഭിക്കുന്നത് ആത്മീയമായ വിശ്വാസത്യാഗത്തോടെയാണെന്നാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ധാർമ്മിക അധപ്പതനത്തിലേക്കും ഒടുവിൽ രാഷ്ട്രീയ നിയമരാഹിത്യത്തിൻ്റെ ശോചനാവസ്ഥയിലേക്കും കൊണ്ടെത്തിക്കുന്നു. നമ്മുടെ ഈ ദേശത്ത് ഇന്ന് ആത്മീയ വിശ്വാസത്യാഗമുണ്ടോ? ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ അറിവുള്ള ഓരോ ക്രിസ്തു വിശ്വാസിക്കും ഇക്കാര്യം നല്ലവണ്ണം അറിയാം എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ മിക്കവാറും എല്ലാ വലിയ സഭകളിലും ആധുനികത്വം കയറിക്കൂടിയിരിക്കുന്നു. അപ്പസ്തോലിക പിന്തുടർച്ച അവകാശപ്പെടുന്ന അധ്യക്ഷന്മാർ തന്നെ പാപിക്ക് രക്ഷ ക്രിസ്തുവിൽ മാത്രമെന്ന് പറയുന്നത് അസംബന്ധമായി കരുതുന്നു, പ്രഖ്യാപിക്കുന്നു. ഇന്ന് അനേകർക്കും ആത്മീയതയേക്കാൾ പ്രധാനപ്പെട്ടത് ഭൗതികത്വമാണ്, ഭൗതിക സമൃദ്ധി. സുവിശേഷീകരണത്തെക്കാൾ സഭയ്ക്ക് ഇന്ന് താല്പര്യം സ്വത്ത് സമ്പാദിച്ചു കൂട്ടുന്നതിനാണ്. അത് നിലനിർത്തുന്നതിനുള്ള ബദ്ധപ്പാടോ ഇന്നത്തെ ഇടവക കമ്മിറ്റികളിലെ പ്രധാന ചർച്ചാ വിഷയം എന്താണ് സുഹൃത്തെ? താങ്കളും ഞാനും പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇന്ന് നമുക്ക് ആവശ്യം ആത്മീയമായൊരു ഉണർവാണ്. വ്യക്തി ജീവിതങ്ങളിൽ അത് തുടങ്ങണം, സഭകളിൽ അത് പടരണം. നോക്കൂ, ഇത്ര അധപ്പതിച്ച അവസ്ഥയിൽ പോലും ദൈവം നമ്മോട് പറയുകയാണ്, വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. നമ്മുടെ ദേശത്തിന്, ഇവിടുത്തെ ക്രിസ്തീയ സമൂഹത്തിന് രക്ഷപ്പെടുവാൻ ഒരു വഴിയുണ്ട്. എന്നാൽ മറ്റുള്ളവരെ പോലെ അവരുടെ അതേ വഴിയിൽ നാം പോകുന്നു എങ്കിൽ ഓർക്കുക, നമ്മുടെ സമയം വളരെ ചുരുക്കമായിരിക്കും. ഈ അധപ്പതിച്ച വഴിയിൽ നിന്നും നാം പുറത്തു വരേണ്ടിയിരിക്കുന്നു. അതെ, നമുക്ക് അവിടെ നിന്നും പുറത്തു വന്നെങ്കിൽ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കൂ എന്നോർക്കണം. കർത്താവ് യഹൂദക്കെതിരെയുള്ള ആരോപണങ്ങളും രക്ഷയും പ്രശ്നങ്ങളിൽ നിന്നും പുറത്തേക്കുള്ള വഴിയും വാഗ്ദാനം ചെയ്ത ശേഷം ശാന്തമായി ഒരു മുന്നറിയിപ്പ് നൽകുന്നു. 19ഉം 20ഉം വാക്യങ്ങൾ. നിങ്ങൾ മനസ്സുവെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. മറുത്തു മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിനിരയായിത്തീരും. യഹോവയുടെ വായ അരുളി ചെയ്തിരിക്കുന്നു. പ്രവാചകൻ്റെ ഈ പുസ്തകത്തിൽ ഊന്നിപ്പറയുന്ന രണ്ട് വിഷയങ്ങളാണ് ദൈവത്തിൻ്റെ ഭരണക്രമവും ദൈവത്തിൻ്റെ കൃപയും. 1-ാം അധ്യായത്തിൻ്റെ ശേഷിക്കുന്ന ഭാഗങ്ങളിൽ യഹൂദയെ ദൈവം തന്നിലേക്ക് അടുപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് നാം കാണുന്നത്. അവൻ തൻ്റെ ജനത്തിനൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഞാൻ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ വല്ലഭനായി സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു, ഹാ, ഞാൻ എൻ്റെ വൈരികളോട് പകവീട്ടി എൻ്റെ ശത്രുക്കളോട് പ്രതികാരം നടത്തും. ഞാൻ എൻ്റെ കൈ നിൻ്റെ നേരെ തിരിച്ച് നിൻ്റെ കീടം തീരെ ഉരുക്കിക്കളയുകയും നിൻ്റെ വെള്ളീയമൊക്കെയും നീക്കിക്കളയുകയും ചെയ്യും. ഞാൻ നിൻ്റെ ന്യായാധിപന്മാരെ ആദിയിങ്കൽ എന്ന പോലെയും നിൻ്റെ ആലോചനക്കാരെ ആരംഭത്തിങ്കൽ എന്ന പോലെയും ആക്കും. അതിൻ്റെ ശേഷം നീ നീതിപൂരം എന്നും വിശ്വസ്ത നഗരം എന്നും വിളിക്കപ്പെടും. യഹൂദയുടെ ഭാവി ക്ഷമിക്കുന്ന ദൈവകൃപയോടുള്ള അവരുടെ പ്രതികരണത്തെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. അവർ തങ്ങളുടെ പാപത്തെ വിട്ടുതിരിഞ്ഞ് ദൈവത്തെ അനുസരിക്കുവാൻ മനസ്സ് വെക്കുമെങ്കിൽ ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തും. ആത്മീയമായും ഭൗതികമായും താൻ അവരെ അനുഗ്രഹിക്കുകയും ശത്രുക്കളിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യും എന്നത്ര ദൈവം പറയുന്നത്. 27 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, സിയോൻ ന്യായത്താലും അതിൽ മനം തിരിയുന്നവർ നീതിയാലും വീണ്ടെടുക്കപ്പെടും. എന്നാൽ അതിക്രമികൾക്കും പാപികൾക്കും ഒരുപോലെ നാശം ഭവിക്കും. യഹോവയെ ഉപേക്ഷിക്കുന്നവർ മുടിഞ്ഞുപോകും. നിങ്ങൾ താൽപ്പര്യം വെച്ചിരുന്ന കരുവേലകങ്ങളെക്കുറിച്ച് നാണിക്കും. നിങ്ങൾ തിരഞ്ഞെടുത്തിരുന്ന തോട്ടങ്ങൾ നിമിത്തം ലജ്ജിക്കും.
നിങ്ങൾ ഇല പൊഴിഞ്ഞ കരുവേലകം പോലെയും വെള്ളമില്ലാത്ത തോട്ടം പോലെയും ഇരിക്കും. ഇത് വിഗ്രഹാരാധനയോട് ബന്ധപ്പെടുത്തിയുള്ള മുന്നറിയിപ്പാണ്. അവർ കരിവേലകങ്ങൾക്ക് കീഴെ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചിട്ട് അതിന് ചുറ്റും ഒരു തോട്ടവും ഉണ്ടാക്കിയിരുന്നു. 31 വാക്യത്തിൽ നാം വായിക്കുന്നത്, ബലവാൻ ചണനാര് പോലെയും അവൻ്റെ പണി തീപ്പൊരി പോലെയുമാകും. കെടുത്തുവാൻ ആരുമില്ലാതെ രണ്ടും ഒരുമിച്ച് വെന്തുപോകും. ഒടുവിൽ തൻ്റെ ക്ഷമ നശിച്ച് ന്യായവിധിക്കായി മുൻപോട്ടിറങ്ങുന്ന ഒരു വ്യക്തിയായിട്ടാണ് ദൈവത്തെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതൊരിക്കലും ദൈവത്തിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം അല്ല എന്ന് നിങ്ങൾക്ക് തോന്നും. അത് ശരിയാണ്. കാരണം പാപത്തോടുള്ള നമ്മുടെ ചെങ്ങാത്തം തീ കൊണ്ടുള്ള കളി പോലെയാണ്. പാപം ഒരു തീപ്പെട്ടിക്കൊള്ളി പോലെയാണ്. അത് നാം ഉരച്ചാൽ തീപ്പൊരി ഉണ്ടാകും. അതിന് പുറകെ തീജ്വാലയും ഉണ്ടെന്ന് നാം ഓർക്കണം. അതിൻ്റെ ആഗ്രഹം നമ്മെ ദഹിപ്പിക്കുക എന്നത് മാത്രമാണ്. ഗലാത്യ ലേഖനം 6 അധ്യായത്തിൻ്റെ 7 വാക്യത്തിൽ നാം വായിക്കുന്നല്ലോ, വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവത്തോട് മത്സരിക്കുന്നത് ആത്മഹത്യാപരമാണ്. എന്നാൽ അനുതാപത്തോടെ അവൻ്റെ അടുക്കലേക്ക് വന്ന് അവൻ്റെ കൃപയ്ക്കായി യാചിക്കുന്നുവെങ്കിൽ സമാധാനപൂർണവും സുരക്ഷിതവുമായ ഒരു ജീവിതം നമുക്ക് ലഭിക്കും. അതാണ് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അത് പ്രാപിക്കുവാൻ താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ദീർഘക്ഷമയെ ഹൃദയവേദനയോടെ വിളിച്ചറിയിക്കുകയാണ് പ്രവാചകനായ യെശയ്യാവ്. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെയായിത്തീരും. നിങ്ങൾ മനസ്സുവെച്ച് കേട്ടനുസരിച്ചാൽ മതി എന്നാകുന്നു ദൈവം അരുളി ചെയ്യുന്നത്. തൻ്റെ മക്കളെ ഓർത്ത് വിലപിക്കുന്ന ഒരു പിതാവിനെ പോലെ വേദനിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഈ ഭാഗങ്ങൾ തുടർന്നും നിങ്ങൾ ധ്യാനിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.